ലോകം കാത്തിരുന്ന ആ മറുപടി വന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാണ്. എന്നാൽ ഇതിനു പിറകിൽ ചരട് വലിച്ച അമേരിക്കയുടെ കപടമുഖം നമ്മൾ കാണാതിരിക്കരുത്. കുറുക്കന്റെ ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അമേരിക്ക. അതിനു പറ്റിയ ആളാണ് അമേരിക്ക ഇന്ന് ഭരിക്കുന്നതും. പാവം ഉക്രൈനെ ചതിച്ച് ആ മണ്ണിലെ ധാതുസമ്പത്ത് മുഴുവൻ വിഴുങ്ങാനായി ഉണ്ടാക്കിയെടുത്ത വെടിനിർത്തൽ കരാറിന് റഷ്യൻ പ്രസിഡന്റ് പുത്തിനെയും സമീപിച്ചു. പക്ഷേ അമേരിക്കയുടെ വിരട്ടൽ അവിടെ ഏറ്റില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഈ ശുഷ്കാന്തിക്ക് പിന്നിലെ കാരണം പുത്തിൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതും യുദ്ധം അവസാനിക്കുന്നതുമൊക്കെ സന്തോഷകരം തന്നെ. എന്നാൽ ഇതിനിടയിലെ കുറുക്കനെയാണ് നമ്മൾ കാണേണ്ടത്. അമേരിക്ക എന്ന കുറുക്കനെ. 3 വർഷം പിന്നിട്ട റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുകയാണ്. ലോകം കാത്തിരുന്ന ആ മറുപടി വന്നു. റഷ്യ തയ്യാറാണ്. അമേരിക്ക അവതരിപ്പിച്ച 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി കഴിഞ്ഞു. സമാധാനം നിലനിർത്തണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് തീരുമാനം അറിയിച്ചത്. വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരെ കൊന്നായാലും യുദ്ധമൊന്ന് അവസാനിപ്പിക്കണമെന്ന ഒരൊറ്റ ചിന്തയായിരുന്നു US പ്രസിഡന്റിനുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കിയാണ് വെടിനിർത്തൽ കരാറിന് സമ്മതം നേടിയത്. എന്നാൽ ഉക്രൈനെ പോലെ, അതായത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പോലെ ട്രംപിന് നേരിട്ട് പോയി മുട്ടാനാകുന്ന ആളല്ലല്ലോ സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ. അമേരിക്കയുടെ ഭീഷണി അവിടെ ലെവലേശം പോലും ഏൽക്കില്ലെന്ന ഉത്തമ ബോധ്യം അമേരിക്കൻ പ്രസിഡന്റിനും ഈ വിഷയത്തിലുണ്ട്. എന്നാൽ ആദ്യമേ മഹായുദ്ധത്തിന് സജ്ജമാകാതിരുന്ന പുടിന്റെ മനസ്സാണ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കാൻ കാരണമായത്. നേരത്തെ ജിദ്ദയിൽ അമേരിക്ക ഉക്രൈൻ ഉദ്യോഗസ്ഥതല ചർച്ചയിൽ 30 ദിവസത്തെ വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഈ വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കണമെന്നും ഈ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ക്രെംലിനിൽ മാധ്യമപ്രവർത്തകരോട് പുടിൻ പറഞ്ഞത് ഇങ്ങനെയാണ്. കൂടുതൽ ചർച്ചകളുടെ ആവശ്യകത പുടിൻ ഊന്നി പറഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്താമെന്നും ഒരുപക്ഷെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം നടത്തുമെന്നും പുടിൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അമേരിക്കൻ പിന്തുണയുള്ള വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചിട്ടുണ്ട്. ശരിക്കും ട്രംപ് ശ്വാസം മുട്ടിച്ച് സമ്മതിപ്പിച്ചതാണ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിലൊരു സമ്മർദ്ദം റഷ്യയ്ക്ക് മേൽ കൊടുക്കാൻ ട്രംപ് തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? യുദ്ധം കനത്തപ്പോൾ റഷ്യയുടെ ആവനാഴിയിൽ സൂക്ഷിച്ചു വെച്ച ആണവായുധങ്ങൾ വരെ പൊടി തട്ടിയെടുക്കാൻ ഒരു മടിയുമില്ലെന്ന് ആക്രോശിച്ച നേതാവിനോട് പോയി സ്വരമുയർത്തി സംസാരിക്കാൻ ട്രംപിന് കഴിയുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? എന്നാൽ അമേരിക്കൻ മീഡിയാസ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ട്രംപിന് സ്തുതി പാടുന്ന ആളുകളൊക്കെ പറയുന്നത് ട്രംപ് പുത്തിനെ വരച്ച വരയിൽ നിർത്തി എന്നൊക്കെയാണ്. അങ്ങനെ ട്രംപിന്റെ വരയിൽ നിൽക്കുന്ന ആളാണ് പുത്തിനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വെടിനിർത്തലിന് വേണ്ടി USഉം ഉക്രൈനും ചേർന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ വിമർശിക്കാൻ പോലും റഷ്യ മടി കാണിച്ചിട്ടില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ നിർദ്ദേശങ്ങൾ ഉക്രൈൻ സൈന്യത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥനും പുത്തിന്റെ അനുയായിയുമായ ഉറി ഉഷാക്കോവ് പറയുന്നുണ്ട്. US ദേശീയ സുരക്ഷാ ഉപദേശകനായ മൈക്ക് വാട്സുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് ഉഷാക്കോവിന്റെ പ്രതികരണം വന്നത്. ഇവിടെ റഷ്യയുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ US ഇപ്പോൾ ഉക്രൈനുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഉക്രൈനും US മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പുടിൻ കൂടുതൽ വ്യക്തമായ പ്രതികരണം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റഷ്യയുടെ നിയമപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ദീർഘകാല സമാധാന പരിഹാരത്തിന് റഷ്യ ലക്ഷ്യമിടുന്നതെന്നും അതിനാലാണ് തങ്ങൾ പരിശ്രമിക്കുന്നതെന്നും ഉഷാക്കോവ് പറയുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിന് മധ്യസ്ഥരായ USന്റെ പ്രതിനിധികൾ റഷ്യയിലെത്തി കഴിഞ്ഞു. ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ ആലോചിക്കുന്നുണ്ടെന്നാണ് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിർദ്ദേശിച്ച 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തത്വത്തിലാണ് ശരിക്കും സമ്മതിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിബന്ധനകൾക്ക് അന്തിമ രൂപം നൽകുന്നതിനും ശാശ്വത സമാധാനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുകയായിരുന്നു അദ്ദേഹം. പുതിയ സൈനികരെ പരിശീലിപ്പിക്കുന്നതിനും അണിനിരത്തുന്നതിനും ഉക്രൈൻ വെടിനിർത്തൽ കാലയളവ് ഉപയോഗിച്ചേക്കാമെന്നാണ് പുടിന്റെ ആശങ്ക. സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് പുടിൻ ഈ വിഷയത്തെ നോക്കിക്കണ്ടത് എന്നതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. നാറ്റോയിൽ നിന്ന് ഉക്രൈനെ ഒഴിവാക്കൽ, റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളുടെ അംഗീകാരം, കിഴക്കൻ യൂറോപ്പിലെ നാറ്റോ സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു സമാധാന കരാറിനായി ക്രെംലിൻ നിരവധി വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറഞ്ഞത് 2026 വരെ സമാധാന ചർച്ചകൾ വൈകിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുടിൻ താൽക്കാലികമായി യുദ്ധം നിർത്തിവെച്ചേക്കാമെന്നാണ് യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്.
പുതിൻ വെടിനിർത്തലിന് മുൻവ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നതായും ഇത് സംഘർഷം നീട്ടാൻ സാധ്യതയുള്ളതായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. സമാധാനത്തിനോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയുടെ ആവശ്യകത ഊന്നിപ്പറയുന്ന റഷ്യയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് അദ്ദേഹം ജാഗ്രത പാലിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിക്കുകയും വെടിനിർത്തലിന് തത്വത്തിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ വെല്ലുവിളികൾ അവിടെ അവശേഷിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ട ഒരു കാര്യം. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈന്റെ പരമാധികാരവും നിലനിൽക്കുന്ന പ്രാദേശിക സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു പ്രമേയത്തിനായി വാദിക്കുകയും ചെയ്യുന്നു. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന നിലപാടാണെങ്കിലും ഭാവിയിൽ റഷ്യയിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയും വിധം സുരക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഉടമ്പടിക്കാണ് ഉക്രൈനും ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ച രൂക്ഷമായ വാദപ്രതിവാദത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതേ തുടർന്ന് ട്രംപ് സെലൻസ്കിയെ അപമാനിച്ചിറക്കി വിടുകയും ചെയ്തിരുന്നു. ലോക പോലീസ് ആണെന്ന ചിന്തയിൽ എല്ലാവരെയും വിരട്ടി നിർത്തുന്ന അമേരിക്കയ്ക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും കിട്ടിയ കനത്ത തിരിച്ചടിയായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രകടനമെന്നായിരുന്നു ഈ കൂടിക്കാഴ്ചയെ ലോകം വിശേഷിപ്പിച്ചത്. അമേരിക്കൻ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുവളയ്ക്കാതെ നെഞ്ചുവിരിച്ച് ഇറങ്ങിപ്പോന്ന സെലൻസ്കി ഉക്രൈനിലെ സൂപ്പർ ഹീറോ ആയി മാറി. ഉക്രൈനെ പോലുള്ള ഒരു ചെറിയ രാജ്യം അമേരിക്കയോട് കളിച്ചാൽ അതിന്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന് അറിയാമെങ്കിലും നാടിന്റെ ആത്മാഭിമാനം ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ് സെലൻസ്കി പ്രവർത്തിച്ചത് എന്നാണ് ഉക്രൈൻകാരുടെ അഭിപ്രായം. ഒത്തുതീർപ്പ് ശ്രമങ്ങളിൽ ട്രംപ് ഇടഞ്ഞതോടെ റഷ്യ ഇനി തങ്ങൾക്ക് നേരെ എന്തും ചെയ്യുമെന്ന ആശങ്കയും അവർക്ക് മേൽ വന്നു പതിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ പതറിയില്ല. അതേസമയം തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്തകളോട് സമൂഹ മാധ്യമമായ എക്സിലൂടെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അങ്ങേയറ്റം പരിഹാസ രൂപത്തിലുള്ള ഈ പോസ്റ്റിൽ അദ്ദേഹം അമേരിക്കയോട് 4 തവണ നന്ദി പറയുന്നതും നമുക്ക് കാണാം. ഇതോടുകൂടി പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്കയോട് ഇപ്പോൾ അത്ര തൃപ്തിയില്ലാത്ത രാജ്യങ്ങളൊക്കെ തന്നെ ഉക്രൈനെ പിന്തുണയറിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അമേരിക്കയ്ക്ക് അത്ര ബോധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. 3 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് ഇതൊക്കെയെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതവുമാണ്. അതെന്തൊക്കെയാണെന്നല്ലേ ഇനി പറയാം. അതിലെടുത്തു പറയേണ്ടത് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന സാമ്പത്തിക ലാഭം തന്നെയാണ്. ദീർഘകാല സംഘർഷങ്ങൾ പലപ്പോഴും ആഗോള വിപണികളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ 3 വർഷമായി യുദ്ധത്തിന്റെ ആഘാതം ആഗോള വിപണിയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ ഊർജ്ജ വിപണികളെ സ്ഥിരപ്പെടുത്താനാകും. പ്രത്യേകിച്ച് യൂറോപ്പിൽ റഷ്യൻ വാതകത്തിൽ നിന്നുള്ള മാറ്റം കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ ഗാസ്പ്രോമിന്റെ സാന്നിധ്യം കുറയുന്നത് US LNG കയറ്റുമതിക്ക് അവസരങ്ങൾ തുറക്കും. ഇത് അമേരിക്കൻ ഊർജ്ജ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല 3 വർഷക്കാലമായി തുടരുന്ന ഒരു ആഗോള പ്രതിസന്ധി അവസാനിപ്പിക്കുക വഴി ആഗോള സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യനാവുക എന്നതാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം. സമാധാനപരമായ ഒരു പ്രമേയം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ US നേതൃത്വത്തെ ശക്തിപ്പെടുത്തും. സമാധാനത്തിനായുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ റിയാദിൽ അടുത്തിടെ നടന്ന US റഷ്യ ചർച്ചകൾ ആഗോള സുരക്ഷയിൽ അമേരിക്കയുടെ പങ്ക് എടുത്തു കാണിക്കുന്നതായിരുന്നല്ലോ. അടുത്തത് ഉക്രൈന്റെ മണ്ണിലെ ധാതു സമ്പത്തിലേക്കുള്ള USന്റെ നോട്ടമാണ്. ഉക്രൈന്റെ സമ്പന്നമായ ധാതു വിഭവങ്ങളിലേക്ക് USന് പ്രവേശനം നൽകിക്കൊണ്ട് സാധ്യതയുള്ള സാമ്പത്തിക സഹകരണങ്ങളെ നിർദ്ദേശിക്കുന്ന ഉക്രൈൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിനറൽ റിസോഴ്സ് കരാർ ട്രംപ് നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കരാർ അമേരിക്കൻ വ്യവസായങ്ങൾക്ക് ഗുണം ചെയ്യുകയും ഉക്രൈന്റെ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നത് വഴി ഫെഡറൽ വിഭവങ്ങളെ സൈനിക ചെലവുകളിൽ നിന്ന് ആഭ്യന്തര മുൻഗണനകളിലേക്ക് തിരിച്ചുവിടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, മറ്റ് നിർണായക ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കുകയും ചെയ്യാമെന്നും അമേരിക്ക കരുതുന്നു. ചുരുക്കത്തിൽ ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നത് സാമ്പത്തിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഭൗമരാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും പ്രതിരോധ സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുന്നതിലൂടെയും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് സഹായകമാകുമെന്നതാണ് പറയാനുള്ളത്. എന്തായാലും അമേരിക്കയുടെ ബുദ്ധി കുറുക്കൻ്റെ തന്നെയാണെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ ചെയ്യുന്നത് അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയുടെ വേഷം എന്തായിരുന്നു എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.